ഹലോ എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ടു MLT അക്കാഡമി. അപ്പോൾ ഇന്ന് നടന്ന ലബോറട്ടറി ടെക്നീഷ്യൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, ദി കാർഡിയാക് ബയോക് മാർക്കർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡയഗ്നോസ്ഡ് ഹാർട്ട് ഫെയിലിയർ. CKMB, ടോട്ടൽ CK, BNP, ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്, LDH. അപ്പോൾ ഇതിൽ നമ്മൾ CKMB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ്റെ മാർക്കറാണ്. ടോട്ടൽ CK ഒരിക്കലും കോമൺ ആയിട്ട് ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ ഹാർട്ടിൻ്റെ തന്നെ മൊത്തം മാർക്കറായിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് മസിൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്. LDH അഗെയിൻ LD2 ആണ് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഹാർട്ട് ഇൻഫ്രാക്ഷൻ്റെ മാർക്കർ. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹാർട്ട് ഫെയിലിയർ ആണ്. ഹാർട്ട് ഫെയിലിയർ വരുമ്പോൾ നമുക്ക് വരുന്നൊരു സിംറ്റംസ് ആണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും ഫെയിൻറ്റിങ്ങും നെഞ്ചുവേദനയും. ഈ രണ്ട് ക്യാരക്ടേഴ്സ് മറ്റൊരു ഡിസോർഡറുണ്ട്, ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡേഴ്സ്. അപ്പോൾ പൾമണറി ഡിസോർഡർ ആണോ ഹാർട്ട് ഫെയിലിയർ ആണോ ഇതൊന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് NT-proBNP അഥവാ ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡിൻ്റെ ഒരു NT പോർഷൻ, N ടെർമിനൽ പോർഷനാണ് യൂസ് ചെയ്യുന്നത്. അത് എലിവേറ്റ് ചെയ്യുന്നത് ഹാർട്ട് ഫെയിലിയറിൽ മാത്രമാണ്. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷന് ശേഷമൊക്കെ ഹാർട്ടിന് അതിൻ്റെ പമ്പിങ് എബിലിറ്റി നഷ്ടപ്പെടുന്നു, നല്ലപോലെ അത് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് BNP. പ്രായമായവരിലൊക്കെ ഈ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ്റെ ഒരു സ്റ്റേജിന് ശേഷം പിന്നെ വരുന്നൊരു സാധനമാണിത്. ഇത് നമ്മുടെ തന്നെ MLT അക്കാഡമി ലിസ് പോലെ തന്നെ, ലിസ് നമ്മൾ ഒരു MLT അക്കാഡമിയിൽ ഒരു തവണ ഡിസ്കസ് ചെയ്തതാണ്. BNP കാർഡിയാക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ BNP പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട്. ദി കൺഫർമേറ്ററി മെത്തേഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡ്രഗ് ഓഫ് അബ്യൂസ്, എലൈസ, നെഫ്ലമെട്രി, അയോൺ സെലക്ടീവ് ഇലക്ട്രോഡ്. ഞാൻ എവിടെയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി എന്നുള്ളൊരു സാധനം കൺഫർമേറ്ററി ആയിട്ട് ഡ്രഗ് അബ്യൂസിൻ്റെ ആവട്ടെ എന്ത് ടെസ്റ്റിൻ്റെയും കൺഫർമേറ്ററി ആയിട്ട് വരികയാണെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് നമുക്കതിനെ കൊടുക്കാം. കാരണം PCR-നേക്കാളും മുകളിൽ, ബയോകെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം PCR-നേക്കാളും മുകളിൽ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് യൂണിവേഴ്സൽ അനലൈസർ എന്ന് പറയുന്ന മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി. ഇതിൻ്റെ ആൻസർ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആൻഡ് മാസ് സ്പെക്ട്രോഫോട്ടോമെട്രിയുടെ ഒരു കോമ്പിനേഷനാണ്. ഗ്യാസ് ക്രോമറ്റോഗ്രാഫി വഴി ഈ ഡ്രഗ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത ഓരോ ഡ്രഗിനെയും അതിൻ്റെ മാസ് ടു ചാർജ് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് മാസ് സ്പെക്ട്രോഫോട്ടോമെട്രി വഴി ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, ഇൻ എ കേസ് ഓഫ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റ് ലുക്കീമിയ, ദ ലിംഫോബ്ലാസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് സ്ട്രോങ് ലോക്കലൈസ്ഡ് പോസിറ്റിവിറ്റി വിത്ത് ആസിഡ് ഫോസ്ഫേറ്റേസ്. ദ സെൽസ് വെയർ പോസിറ്റീവ് ഫോർ CD2 and CD7 and negative for CD19 and CD24 and CD20. These plots are most likely. Option A lymphoid stem cells. Option B T lymphoblast. Option B lymphoblast. D അൺഡിഫറൻഷ്യേറ്റഡ് ബ്ലാസ്റ്റ്. ഇത് വളരെ ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു പക്ഷേ PG MSc ലെവലും കഴിഞ്ഞ് ഏകദേശം MD പത്തോളജി എക്സാമിനേഷന് വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് T ലിംഫോബ്ലാസ്റ്റ് ആണ്. കാരണം ഈ മാർക്കേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. CD2ഉം CD7ഉം ലിംഫോബ്ലാസ്റ്റിൽ, T ലിംഫോബ്ലാസ്റ്റിലും. CD19 ഈസ് എ മാർക്കർ ഓഫ്, പിന്നെ CD45 ഒക്കെ വരുന്നത് B ലിംഫോബ്ലാസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ CD2ഉം CD7ഉം പോസിറ്റീവായ സ്ഥിതിക്ക് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് T ലിംഫോബ്ലാസ്റ്റ് ആണ്. അടുത്ത 54, എ പേഷ്യൻറ്റ് വിത്ത് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ലബോറട്ടറി ടെസ്റ്റ് പാരാമീറ്റേഴ്സ്. Option A MCV decreased, serum iron decreased, serum ferritin decreased, TABC and iron saturation is decreased. MCV normal, serum iron increased, serum ferritin decreased, TABC and percentage saturation decreased. MCV normal, serum iron decreased, serum ferritin increased, TABC and percentage saturation decreased. ഇതാണ് അതിൻ്റെ ആൻസർ. MCV നോർമൽ ആയിരിക്കും, സെറം അയൺ ഡിക്രീസ്ഡ് ആയിരിക്കും, സെറം ഫെറിറ്റിൻ ഇൻക്രീസ്ഡ് ആയിരിക്കും, TABC ആൻഡ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഡിക്രീസ്ഡും ആയിരിക്കും. അപ്പോൾ എന്താണ് അതിന് കാരണം? അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്, അവിടെ മീൻ കോർപ്പസ്കുലർ വോളിയത്തിന് കുഴപ്പമില്ല, പക്ഷേ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും. മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസിയുടെ അതേ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് പോലുള്ള സബ്സ്റ്റൻസുകൾ തന്നെയായിരിക്കും അവിടെ വരുന്നത്. എന്തുകൊണ്ട്? സർക്കുലേറ്റിംഗ് അയൺ, ഫ്രീ അയൺ അവിടെ കുറയുന്നു. കാരണം ക്രോണിക് ഡിസോർഡറുകളിൽ മാക്രോഫേജസും മറ്റുള്ള സെല്ലുകളും, ഇൻഫ്ലമേറ്ററി സെല്ലുകൾ വളരെ ആക്റ്റീവായിരിക്കും. ഇവരെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലുള്ള അയണെല്ലാം അങ്ങ് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അവ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? ഫെറിറ്റിനായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പം ഫെറിറ്റിൻ ലെവൽ അതുകൊണ്ടാണ് കൂടുന്നത്. TABCയും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിക്രീസ് ആയ സർക്കുലേറ്റിംഗ് അയോൺ
അയൺ ഡിക്രീസ് ചെയ്യുകയും എന്നാൽ ഈ ഇൻഫ്ലമേറ്ററി സെല്ലുകൾ അയൺ ക്യാപ്ചർ ചെയ്ത് ഫെറിറ്റിനായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും കൊണ്ടാണ് ഇത്തരത്തിൽ ഫെറിറ്റിൻ ഇൻക്രീസ് ചെയ്യാനും എന്നാൽ അയണും TIBCയും സാച്ചുറേഷനും ഒക്കെ ഡിക്രീസ് ചെയ്യാനും കാരണം, MCV നോർമൽ ആവാനും കാരണം. അടുത്തിലേക്ക് നമുക്ക് പോകാം. An increase in the reticulocyte count is accompanied by suppressed maturation of normoblast in bone marrow, a shift to the left in oxygen dissociation curve, polychromasia on the Romanowski stained blood smear, and increase in the direct serum bilirubin. ഡയറക്റ്റ് സെറം ബിലിറൂബിൻ എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പോലുള്ള കാര്യങ്ങൾ, അവിടെ ഹീമോലൈസിസ് ഇല്ല, അതായത് ഹീമോളിറ്റിക് അനീമിയ ഇല്ല, അപ്പോൾ അവിടെ റെറ്റിക്കുലോസൈറ്റ് എലിവേറ്റ് ചെയ്യേണ്ട കാരണമില്ല. സപ്രസ്ഡ് മെച്ചറൈസേഷൻ ഓഫ് നോർമോബ്ലാസ്റ്റ് ഇൻ ബോൺ മാരോ, അവിടെ റെറ്റിക്കുലോസൈറ്റ്സ് അത്രത്തോളം, അതായത് സപ്രസ്ഡ് മെച്ചറൈസേഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെയും റെറ്റിക്കുലോസൈറ്റോസിസ് ഉണ്ടാവില്ല. എ ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ് ഇൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അതുകൊണ്ട് വലിയൊന്നുമില്ല, ഹൈ ആൾട്ടിറ്റ്യൂഡൊന്നുമില്ല, ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ്, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ നല്ല രീതിയിലുണ്ട്, അപ്പോൾ റെറ്റിക്കുലോസൈറ്റിൻ്റെ ഒരു കാരണവുമില്ല. പോളിക്രൊമേഷ്യ ഓൺ ദി റൊമനോസ്കി സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയർ. പോളിക്രൊമേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കളറുകളിലുള്ള സാധനം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർ ഷെയ്ഡ്സ് നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കളർ ഷെയ്ഡ്സ് നമ്മൾ കാണുന്നത് RBCയിൽ? ദ റീസൺ ഫോർ ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഓഫ് സെൽസ്. അപ്പം നോർമോബ്ലാസ്റ്റ് കാണും, ഇമ്മച്ചുർ ഫോംസ് ഒക്കെ ബ്ലഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. എവിടെയോ ഹെവി ഡിസ്ട്രക്ഷൻ ഓഫ് RBCs ഉണ്ടായി, RBC അതുകൊണ്ട് തന്നെ ഹൈ ആയിട്ട് പ്രോലിഫറേറ്റ് ചെയ്യുന്നു. ഹൈ പ്രോലിഫറേഷൻ ഓഫ് ഇൻ ബോൺ മാരോ ആണ് പോളിക്രൊമേഷ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അത് കാണുന്നത് റെറ്റിക്കുലോസൈറ്റോസിസിൽ ഒരു റീസൺ ആണ്. അത് ഹീമോളിറ്റിക് അനീമിയ ആവാം, അയൺ ഡെഫിഷ്യൻസി അനീമിയ ആവാം. സോ പോളിക്രൊമേഷ്യ ഇൻ ദി റൊമനോസ്കി സ്റ്റെയിൻഡ് ബ്ലഡ് സ്മിയർ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഗെയിൻ കേസ് സ്റ്റഡി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസ് സ്റ്റഡി ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അഗെയിൻ ഇതൊരു ലെസണാണ്. നമുക്ക് ഇനി മുതൽ PSC എല്ലാ ക്വസ്റ്റ്യനുകളുടെയും ഗ്രേഡ് കൂട്ടിയതുപോലെ നമുക്കിട്ടും ക്വസ്റ്റ്യനുകളുടെ ഗ്രേഡ് കൂട്ടി ഒരു പണി തന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 8-year-old boy presents with intramuscular hematomas and recurrent hematorosis. Laboratory test reveal normal platelet count, bleeding time and PT, but partial thromboplastin time, PTT, is prolonged. This condition most likely to an abnormality involved. ഇതിൻ്റെ ആൻസർ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി, പക്ഷേ സ്റ്റിൽ ഒരു ഭയങ്കരമായ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. PTT എലിവേറ്റ് ചെയ്യുന്നു, ബാക്കിയെല്ലാം നോർമൽ. ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് ഇൻട്രിൻസിക് പാത്വേ ഓഫ് കൊയാഗുലേഷൻ. PTT എലിവേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഈസ് യൂഷ്വലി ഹീമോഫീലിയ. ഹീമോഫീലിയ A ഉണ്ട്, ഹീമോഫീലിയ B ഉണ്ട്. ഹീമോഫീലിയ A ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹീമോഫീലിയ A ഈസ് ആൻ എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് X ക്രോമസോം. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് വളരെ കഷ്ടമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്രോമസോം 8 അനോമലിയും ക്രോമസോം 21 ഡൗൺ സിൻഡ്രോം ഒന്നുമല്ല, ഇതിൽ X ക്രോമസോം. കാരണം APTT എലിവേറ്റ് ചെയ്യുന്നത് ഫാക്ടർ 8 ഡെഫിഷ്യൻസി കൊണ്ടാണ്, ദാറ്റ് ഈസ് ഹീമോഫീലിയ മെയിനായിട്ട് ഉണ്ടാവുന്നത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രൈറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ കൊണ്ടാണ്. അവിടെ X ക്രോമസോമിനാണ് അബ്നോർമാലിറ്റി. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് സിംറ്റംസ് ഉണ്ടാവുന്നത്. കാരണം അവർക്ക് ഒരു X ക്രോമസോമേ ഉള്ളൂ, അതിൽ പ്രശ്നം ഉണ്ടായാൽ അവർ സിംറ്റമാറ്റിക് ആവും. ഫീമെയിൽസ് ക്യാരിയർ ആവുന്നത് അവർക്ക് X ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു X ക്രോമസോമിൽ അബ്നോർമാലിറ്റി ഉണ്ടായാൽ മറ്റേ ആളുണ്ട് പിടിച്ച് നിൽക്കാനായിട്ട്. എ പേഷ്യൻറ്റ് സസ്പെക്റ്റഡ് ഹാവിംഗ് ഹീമോളിറ്റിക് അനീമിയ, ന്യൂമറസ് ഫ്യൂറോസൈറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദി ബ്ലഡ് സ്മിയർ and the reticulocyte count is 18%. What test should be done to determine whether there is an autoimmune presence? വളരെ സിമ്പിളാണ്. ഓട്ടോമിൻ പ്രോസസ്സിന് സിമ്പിളാണ്. ഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ് അങ്ങ് ചെയ്താൽ മതി. ബിക്കോസ് ബാക്കിയുള്ള 3 ടെസ്റ്റിൽ നമുക്ക് ആൻറ്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ആവട്ടെ, യൂറിൻ അനാലിസിസ് ആവട്ടെ, സെറം ബിലിറൂബിൻ ആവട്ടെ, ആൻറ്റിബോഡി ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഇമ്മ്യൂൺ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ there is nothing, there is an antibody is there is an immune പ്രശ്നം is there. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആൻറ്റിഗ്ലോബുലിൻ ടെസ്റ്റ്. എ ജോയിൻറ്റ് ആസ്പിറേഷൻ ഈസ് പെർഫറേറ്റഡ് ഓൺ എ 60-year-old ലേഡി വിത്ത് പെയിൻഫുൾ സ്വെല്ലിംഗ്. ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചേക്കണം. ജോയിൻറ്റ് ആസ്പിറേറ്റ്, അതിന് ബാക്കി നോക്കുക. ദ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇത് നോക്കേണ്ടത്? വരയിട്ട് പോവുക. എ സൈറ്റോസെൻട്രിഫ്യൂജ് സാമ്പിൾ, അത് വെറുതെ പോളറൈസ്ഡ് ലൈറ്റ് ഷോസ് നീഡിൽ ലൈക്ക് ഇൻട്രാസെല്ലാർ ആൻഡ് എക്സ്ട്രാസെല്ലാർ ക്രിസ്റ്റൽസ് വിച്ച് എക്സിബിറ്റ് നെഗറ്റീവ് ബൈഫ്രിജൻസ് ഇൻ കോമ്പൻസേറ്റർ. ഇത് സിമ്പിളാണ്. നീഡിൽ ഷേപ്പ്ഡ് ക്രിസ്റ്റൽസ് നമ്മുടെ സൈനോൽ ഫ്ലൂയിഡിൽ നിന്ന് കിട്ടുന്നത് ഒരേ ഒരു പരിപാടിക്കേ ഉള്ളൂ, ദാറ്റ് ഈസ് മോണോസോഡിയം യൂറൈറ്റ്, അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിൻ്റെ മറ്റൊരു ഫോം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മോണോസോഡിയം യൂറൈറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എ
അഗെയിൻ തൊറാസെൻറ്റസിസ് ഓക്കെ 1.2 ലിറ്റർ ഹെവി ആയിട്ട് ഫ്ലൂയിഡ് ഉണ്ട്, തിക്കാണ്, ദാറ്റ് ഈസ് ടർബിഡാണ്. യെല്ലോ ഫ്ലൂയിഡ് മീൻസ് എന്തെങ്കിലും ബിലിറൂബിനോ മറ്റോ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈസിസ് ഉണ്ട്. ലബോറട്ടറി സ്റ്റഡീസ് റിവീൽസ് ആറ്റ് 4.5 gram per deciliter. അപ്പോൾ തന്നെ നമുക്ക് എക്സുഡേറ്റ് ആണെന്ന് കൺഫേം ചെയ്യാം, ബിക്കോസ് എക്സുഡേറ്റിൻ്റെ കോൺസെപ്റ്റ് 3 ഗ്രാമിൽ കൂടുതലായിരിക്കണം. അടുത്ത ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് കുറച്ച് കൂടുതലാണ്. ദെൻ 20,000-ഏറെ ന്യൂട്രോഫിൽസ് ഉണ്ട്. ദാറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ദാറ്റ് ഇസ് എ പ്രോലിഫറേഷൻ, ദാറ്റ് ഇസ് എൻ ഇൻഫിൽട്രേഷൻ, ദാറ്റ് ഇസ് എൻ എക്സുഡേറ്റ്. ആൻസറിൽ എക്സുഡേറ്റ് ഉണ്ടോ? യെസ്, ദിസ് ഇസ് എൻ എക്സുഡേറ്റ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ദർ ഇസ് എൻ എക്സുഡേറ്റ്. ബിക്കോസ് ന്യൂട്രോഫിൽ കൂടി പ്രോട്ടീൻ കൂടി വേറെ കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് അൻ എക്സുഡേറ്റ്. ഹെമറ്റൂറിയ വിത്ത് dysmorphic RBC is a hallmark of renal tuberculosis, chronic liver failure, acute glomerular nephritis, renal calculi. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അക്യൂട്ട് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസിലാണ്. ക്രോണിക് റീനൽ ഫെയിലിയറിൽ RBC ഒക്കെ അതേപോലെ പോകത്തുള്ളൂ. റീനൽ കാൽക്കുലിയിലും യൂറിനറി ട്രാക്റ്റിൽ എക്സ്റ്റേണൽ യൂറിത്രയിലായിരിക്കും മെയിനായിട്ട് ഇഞ്ചറി ഉണ്ടായി ബ്ലഡ് പോകുന്നത്. അവിടെയൊക്കെ ഹോൾ ബ്ലഡ് ആയിരിക്കും പോകുന്നത്. RBC നല്ല ഇൻടാക്റ്റ് ആയിട്ടായിരിക്കും. പക്ഷേ ഇവിടെ ഡിസ്മോർഫിക് വരുന്നത് അക്യൂട്ട് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പിന്നെ അടുത്തത് സെയിം ആയിട്ട് എന്നും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ ആൽബുമിനൂറിയ ഈസ് ഡിഫൈൻഡ് ആസ് ദി ലെവൽ ഓഫ് ആൽബുമിൻ യൂറിൻ അറ്റ് റേഞ്ച് ഓഫ്, നമുക്ക് എല്ലാവർക്കും അറിയാം, 30 to 300 milligram per day ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്ന പരിപാടിയാണിത്. 30 to 300 milligram per day നമുക്ക് അറിയാൻ പറ്റാത്ത പരിപാടിയാണിത്, അതായത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ്. അടുത്ത പിന്നെ ഒരു കേസ് സ്റ്റഡി, എ 51-year-old man, അതൊക്കെ പോട്ടെ. എപ്പിസോഡ്സ് ഓഫ് ഹെമറ്റമെസിസ്, അതായത് രക്തം ഛർദ്ദിക്കുന്നു, ഹൈപ്പോടെൻഷൻ ഉണ്ടായി, ഓക്കെ. HB 6.2, ഓക്കെ. HB കുറവാണ്, MCV കുറവാണ്, പ്ലേറ്റ്ലെറ്റ് ഓക്കെ 9,000 ആണ്, വലിയ പ്രശ്നമല്ല. WBC കൗണ്ട് വലിയ പ്രശ്നമല്ല. പ്രോത്രോമിൻ ടൈം നോർമലാണ്. അപ്പോൾ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈമും നോർമലാണ്, 26.2. വിച്ച് ഓഫ് ദി ഫോളോവിങ് ബ്ലഡ് പ്രോഡക്റ്റ് അയാൾക്ക് കൊടുക്കണം? സിമ്പിൾ. ഇവിടെ ആകെ പ്രശ്നമായിട്ടുള്ളത് എന്താ? HBക്ക് പാക്ക്ഡ് RBCs കൊടുക്കുക. HB ലോ ആയതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാക്ക്ഡ് RBC കൊടുക്കുക. ഇപ്പോൾ അതേസമയം അവിടെ എന്താണ് പ്രോത്രോമിൻ ടൈം കുറവെന്ന് പറയുന്നെങ്കിൽ എന്താ പറയുക, ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ കൊടുക്കുക. അവിടെ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം വളരെ കുറവാണെന്ന് പറഞ്ഞെങ്കിൽ ക്രയോ പ്രസിപ്പിറ്റേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കുറവാണെന്ന് പറയുമെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ HB ആണ് കുറവ്, ബാക്കിയെല്ലാം നോർമലാണ്. സോ പാക്ക്ഡ് RBCs അയാളുടെ അനീമിയ കറക്ഷന് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, റെസിപ്പിയൻ ഡെവലപ്പ് എ സഡൻ ഡ്രോപ്പ് ഇൻ ബ്ലഡ് പ്രഷർ ഫോളോവിങ് ട്രാൻസ്ഫ്യൂഷൻ ത്രോ ഹി റിമെയിൻഡ് എഫൈബ്രിൽ. അയാൾക്ക് പനി വന്നില്ല, അത് മാത്രമാണ് നമുക്കുള്ള ക്ലൂ. ദർ ഇസ് എ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അയാൾ എഫൈബ്രിലാണ്. എന്താണ് കാരണം? സെപ്റ്റിസീമിയ, പനി ഉറപ്പ്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ, പനി ഉറപ്പ്. പെൻസിലിൻ അലർജി, പനി ഉറപ്പ്, അലർജി ഉറപ്പ്. IgA ഡെഫിഷ്യൻസി, അനാഫിലാക്സിസ് റിയാക്ഷനാണ്. പക്ഷേ എയർലി പനി അവിടെ ഉണ്ടാവത്തില്ല. ഹൈപ്പോടെൻഷനും കാർഡിയാക് അറസ്റ്റും വന്ന് ആളങ്ങ് തീരും. അതാണ് IgA ഡെഫിഷ്യൻസി ആണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് അയാൾക്ക് IgA ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. നമ്മൾ കൊടുത്ത പ്ലാസ്മയിലകത്ത് എന്ത് ചെയ്യുന്നു? പ്ലാസ്മയിലകത്ത് IgA ഉണ്ടായിരുന്നു. IgA പുവർ പ്ലാസ്മ അല്ലെങ്കിൽ IgA റിമൂവ്ഡ് പ്ലാസ്മ വേണം അയാൾക്ക് കൊടുക്കാനായിട്ട്. 1 unit ഓഫ് ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ പ്രിപ്പയർഡ് ഫ്രം ഹോൾ ബ്ലഡ് കണ്ടെയ്ൻസ് -ml ഓഫ് പ്ലാസ്മ. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷന് വിധേയമാക്കും. നമ്മൾ എത്ര ml ബ്ലഡാണ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. 450 ml ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്, 350 ml ബ്ലഡും കളക്ട് ചെയ്യാറുണ്ട്. 450 ml ബ്ലഡ് നമ്മുടെ കേരളത്തിലേക്ക് എന്ന് വെച്ചാൽ അത്ര കോമൺ ആയിട്ട് എടുക്കുന്നതല്ല. ഇപ്പം 350, അപ്പം അത് ഏതാണ് എന്നുള്ളത് ഇരിക്കും. 350 ml ആണെങ്കിൽ 100 മുതൽ 150 വരെയാണ്, 175 വരെ പോകും. പക്ഷേ അടുത്തത് 200 മുതൽ 250. ഇപ്പോൾ 2 ഓപ്ഷൻ കൺഫ്യൂസിംഗ് ആണ്. ഞങ്ങൾ ആ 350ൻ്റെ ഓപ്ഷനാണ് എടുത്തത്, 100 മുതൽ 150. മിക്കവാറും എന്താണ് ആൻസർ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എനിവേ വേണമെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂംസ് കൺട്രോൾ സെൽ consist of type O cells positively coated with അല്ലെങ്കിൽ O positive cells coated with anti-D, type O negative cells coated with anti-D, A positive cells coated with anti-D, type A negative cells coated with anti-D. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂംസ് കൺട്രോൾ സെൽസ്. കൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻറ്റി ഇമ്മ്യൂണോഗ്ലോബുലിൻ. ആൻറ്റി-D ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആൻറ്റി-D ഈസ് ആൻ ആൻറ്റി-IgG. അപ്പോൾ അത് O പോസിറ്റീവ് സെൽസിന് വേണ്ടി യൂസ് ചെയ്യാം. കാരണം ആൻറ്റി-D ഒരിക്കലും O നെഗറ്റീവ് സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യത്തില്ല. കാരണം O നെഗറ്റീവിൽ D ആൻറ്റിജൻ ഇല്ല, O പോസിറ്റീവിൽ മാത്രമേ D ആൻറ്റിജൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റി-D അതിനകത്ത് പോയി ബൈൻഡ് ചെയ്യും. ആൻറ്റി-A നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആൻറ്റി-A യൂസ് ചെയ്ത് കഴിഞ്ഞാൽ Aക്കകത്ത് വേറെ ആൾക്കാരുണ്ട്, ആൻറ്റിജൻസ് എല്ലാം ഉണ്ട്. ആ ആൻറ്റിജൻസ് ചിലപ്പോൾ നമ്മുടെ കൂംസ് ടെസ്റ്റിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതുകൊണ്ട് O പോസിറ്റീവ് സെൽസ് എടുക്കുക. അവിടെ വേറെ ഒരു ആൻറ്റിജനും ഇല്ല, ആകെ ഉള്ള ഒരു H ആൻറ്റിജനാണ്. അതൊരു വലിയ കുഴപ്പമില്ല.
എന്നിട്ട് O പോസിറ്റീവ് RH ആൻറ്റിജനിൽ ഈ ആൻറ്റി ഡി പോയി ബൈൻഡ് ചെയ്യും. അതുകൊണ്ട് O പോസിറ്റീവ് സെൽസ് കോട്ടഡ് വിത്ത് ആൻറ്റി ഡി ആണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ HIV വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഡോണർ ടെസ്റ്റിംഗ് പ്രോട്ടോകോൾസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് വിൻഡോ പീരിയഡ് ടു ഡിറ്റക്ട് വൈറസ് ഏർലിയർ ദാൻ ദി അവൈലബിൾ ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ്. P24 ആൻറ്റിജൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ഈ വിൻഡോ പീരിയഡ് പോസിറ്റീവ് ആവാൻ എടുക്കുന്ന ആൻറ്റിബോഡി മാർക്കേഴ്സ് പോസിറ്റീവ് ആവാൻ എടുക്കുന്ന ഒരു 2 മുതൽ 2 മാസമൊക്കെ ചിലപ്പോൾ എടുത്തിരിക്കും. ആ ഒരു പീരിയഡ് മറികടന്നുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക HIV പോസിറ്റീവ് ആണോ ഇല്ലയെന്ന്. ഗേജ് ഓഫ് നീഡിൽ ഐഡിയൽ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ജനറലി ഈസ് 21 ഗേജ്, 25 ഗേജ്, 16 ഗേജ്, 10 ഗേജ്. 25 അല്ല 21 അല്ല, നമുക്കറിയാം പിങ്ക് 16 ഗേജിൻ്റെ വലിയ നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അയൺ ഹെമറ്റോക്സിലിൻ? മേയസ് ഹെമറ്റോക്സിലിൻ അല്ല, അതൊരു ആലം ഹെമറ്റോക്സിലിനാണ്. അല്ല, ഐഡിൻ ഹെമറ്റോക്സിലാണ്. ഹാരിസ് ഹെമറ്റോക്സിൻ അല്ല, അതൊരു ആലം ഹെമറ്റോക്സിലാണ്. വെയ്ഗഡ് ഹെമറ്റോക്സിലിൻ ഒരു അയൺ ഹെമറ്റോക്സിലിന് എക്സാമ്പിളാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് മൈക്രോടോം ഈസ് ബെറ്റർ ഫോർ കട്ടിംഗ് ലാർജ് സ്പെസിമെൻസ്? അത് നമുക്ക് എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാർജ് സെക്ഷൻസിന് വേറെ ഒന്നുമില്ല, സ്ലെഡ്ജ് മൈക്രോടോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ റുട്ടീൻലി യൂസ്ഡ് ക്ലിയറിംഗ് ഏജൻറ്റ് ഇൻ ഹിസ്റ്റോപത്തോളജി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആകെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയതിൽ ഒന്നാണിത്. സൈലീൻ ആണ് അതിൻ്റെ ആൻസർ. സഡാർവുഡ് ബെസ്റ്റ് ക്ലിയറൻസ് ഏജ് എന്ന് പറയുമെങ്കിലും റുട്ടീനായിട്ട് യൂസ് ചെയ്യുന്നത് സൈലീൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ സ്ലൈഡ് അഡ്ഹസീവ്? സിമ്പിളാണ്, DPX. കാരണം ജലാറ്റിൻ, മേയസ് എഗ് ആൽബുമിൻ, APES എല്ലാം സ്ലൈഡ് അഡ്ഹസീവ്സ് ആണെന്നറിയണമെന്ന് നിർബന്ധമില്ല. DPX മൗണ്ടൻ്റ് ആണ് എന്ന് എല്ലാ കൊച്ചുകുട്ടികൾക്കും, കൊച്ചുകുട്ടികൾക്കല്ല MLT പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് DPX ആണ് ഇതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ അക്യൂസ് മൗണ്ടിങ് മീഡിയ? ഞാൻ പണ്ടേ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ അക്യൂസ് മൗണ്ടിങ് മീഡിയ കണ്ടുപിടിക്കാനുള്ള ഈസി പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിൽ എന്തായിരിക്കും, ജെല്ലിന്നോ സിറപ്പെന്നോ ഒക്കെ അവസാനം കാണും. അതേസമയം റെസിനസ് മൗണ്ടിങ് മീഡിയ ആണെങ്കിൽ അവസാനം ഒരു ബാൽസം കാണും. അപ്പോൾ ഇവിടെ അവസാനം ബാൽസം വരുന്ന ഒരേ ഒരാളുകൾ കാനഡ ബാൽസം, അവർ തന്നെയാണ്. അത് റെസിനസ് മൗണ്ടിങ് മീഡിയ, ഇറ്റ്സ് നോട്ട് ആൻ അക്യൂസ് മൗണ്ടിങ് മീഡിയ. അടുത്ത, വിച്ച് എമോങ് ദി ഫോളോവിങ് ഇസ് ദി ബെസ്റ്റ് സ്റ്റെയിൻ ടു ഡെമോൺസ്ട്രേറ്റ് ബാർ ബോഡി? അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. ഓർസിൻ സ്റ്റെയിൻ ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനാക്ടിവേറ്റഡ് എക്സ് ക്രോമസോം ആയിട്ടുള്ള ബാർ ബോഡി ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഓർസിൻ സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇയോസിൻ അസൂർ ഈസ് പ്രിഫേർഡ് ഫോർ നോൺ ഗൈനക്കോളജിക്കൽ സ്മിയർ? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് EA65 ആണ്. EA1536 ആണ് ഗൈനക്കോളജിക്കൽ സ്മിയേഴ്സിന് യൂസ് ചെയ്യുന്നത്. EA65 ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫിക്സേറ്റീവ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ മില്ലിപോർ ഫിൽട്ടർ? മെംബ്രെയിൻ ഫിൽറ്ററിന് ഏതാണ് യൂസ് ചെയ്യാത്തത്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 100% മെത്തനോളാണ്. ആ മെത്തനോൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ചുരുങ്ങിപ്പോവും, പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് മെംബ്രെയിൻ ഫിൽറ്റർ യൂഷ്വലി എനിക്ക് തോന്നുന്നു പോളികാർബണേറ്റ് അല്ല, സെല്ലുലോസ് ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ 90% മെത്തനോളിൽ താങ്ങാൻ പറ്റത്തില്ല, അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വിച്ച് എമോങ് ദി ഫോളോവിങ് ഇസ് ദി ബെസ്റ്റ് സ്യൂട്ടബിൾ ഫിക്സേറ്റീവ് ഫോർ ഗ്യാസ്ട്രിക് വാഷിംഗ്? അപ്പോൾ നമുക്കറിയാം ഈ വാഷിംഗ് സാമ്പിളുകൾ ഒക്കെ പ്രീ ഫിക്സേറ്റീവിലോട്ടാണ് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത്. പിന്നെ 70% എത്തനോളിലൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്, പണ്ടൊക്കെ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തു പോയിരുന്നത്, ബിക്കോസ് അത് MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നതാണ്. 95% എത്തനോൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി 95% എത്തനോളിൽ ഹയർ ഗ്രേഡ് ഓഫ് ആൽക്കഹോളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ഗ്യാസ്ട്രിക് വാഷിങ്സ്. 95% എത്തനോളിലാണ് അത് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാർണൈസ് ഫിക്സേറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ 95% എത്തനോൾ, ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്, ക്ലോറോഫോം, ഫോർമാൽഡിഹൈഡ്. ഇതിൻ്റെ ആൻസർ വേറൊന്നുമല്ല, ഫോർമാൽഡിഹൈഡ് ആണ്. എത്തനോൾ, ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്, ക്ലോറോഫോം മിക്സ്ചറാണ് ബ്ലഡ് കണ്ടെയ്നിങ്, അതായത് ബ്ലഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്പെസിമെൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാർണൈസ് ഫിക്സേറ്റീവ്സിൽ യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ ഓഫ് ചോയ്സ് ഫോർ റുട്ടീൻ കാരിയോടൈപ്പിൻ? ടിഷ്യൂ ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബോൺ മാരോ. റുട്ടീൻ കാരിയോടൈപ്പിന് ബ്ലഡ് യൂസ് ചെയ്യാറുണ്ട്, ബട്ട് വി ആൾവേസ് എ ചോയ്സ് എന്ന് പറയുന്നത് ബോൺ മാരോ എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബോൺ മാരോയും ബ്ലഡും യൂസ് ചെയ്യാറുണ്ട്, ബട്ട് ഐ ബിലീവ് ബോൺ മാരോ ഈസ് ബെറ്റർ ബിക്കോസ് അതിനകത്ത് റാപ്പിഡ്ലി മൾട്ടിപ്ലൈയിങ് സെൽസ് ഓൾറെഡി ഉണ്ട്. ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാടാണ് അതിനെ നമുക്ക് കൾട്ടിവേറ്റ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. ആൻറ്റിക്കോളിൻ്റെ ചോയ്സ് ഫോർ ക്രോമസോം അനാലിസിസ് ലൈക്ക് കാരിയോടൈപ്പിംഗ്, അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹെപ്പാരിനിലാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ക്യാരക്ടറിസ്റ്റിക്കലി സീൻ ഇൻ ഫിലാഡൽഫിയൽ ക്രോമസോം? അപ്പോൾ ഫിലാഡൽഫിയൽ ക്രോമസോം CML ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ കാണുന്നതാണ്. റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ ക്രോമസോം നമ്പർ 9 and 22, അതായത് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ. അതിനോട് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ C ആണ്, ട്രാൻസ്ലൊക്കേഷൻ ആണ് ഇതിൻ്റെ ആൻസർ. which is a standard or routine banding technique used in chromosome studies? C banding, R banding,
ക്യൂ ബാൻഡിങ്, ജി ബാൻഡിങ്. കോമൺ ആയിട്ട് ക്രോമസോം സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ജിംസ സ്റ്റെയിൻ ഉപയോഗിച്ചുള്ള ബാൻഡിങ് ആണ് ജി ബാൻഡിങ്. Which of the following techniques can be used in diagnosing hematological malignancies? Flow cytometry, PCR based microarrays, karyotyping analysis. എല്ലാം വെച്ചിട്ടും ഹെമറ്റോളജിക്കൽ മാലിഗ്നസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാരിയോടൈപ്പിംഗ് വഴി നമുക്ക് വേണമെങ്കിൽ ലുക്കീമിയകൾ കണ്ടെത്താൻ പറ്റും. ഫ്ലോ സൈറ്റോമെട്രി വഴി എന്തും കണ്ടെത്താൻ പറ്റും. PCR ബേസ്ഡ് അറേസ് വഴിയും ഇതേപോലുള്ള ജനറ്റിക് അബ്നോർമാലിറ്റീസും ക്യാൻസേഴ്സും കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഓൾ ദി എബോ ആണ് ബെറ്റർ ആൻസർ. സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ഫോർ ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ MLT അക്കാഡമിയിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചത് നമ്മൾ മാറ്റിയിട്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് പാസ്റ്റർ ആണ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് കണ്ടെത്തുന്നത്. The microscope which is used to visualize organisms which are live and unstained. Light microscope, fluorescent microscope, dark field microscope, scanning electron microscope. Scanning electron microscope ഡെഡ് ആയിട്ടത്. ഫ്ലൂറസെൻറ്റ് മൈക്രോസ്കോപ്പിൽ ലൈവ് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റത്തില്ല. സ്പൈറോക്കേറ്റ് പോലുള്ള മൂവിങ് ആൻഡ് ലൈവ് പാർട്ടിക്കിൾസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പാണ്. ഹോൾഡിംഗ് പീരിയഡ് ഓഫ് എ ലബോറട്ടറി ഓട്ടോക്ലേവ്. സിമ്പിൾ ക്വസ്റ്റ്യൻ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes and 15 lbs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Which of the following statement is false about receiving clinical specimens in laboratory? Laboratory staff should be worn gloves. കറക്റ്റ് ആണ്. ഗൗണും ഗ്ലൗസ് ഒക്കെ ധരിക്കണം. Laboratory staff should check whether samples are received in leak proof container. അതും ചെക്ക് ചെയ്യണം. Laboratory staff should check wrongly labeled specimens ഉണ്ടോ എന്ന് നോക്കണം. That can be accepted. Wrongly labeled specimensum unlabeled specimensum ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. സോ സി ആണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഇസ് നോട്ട് എ ട്രൂ. ദിസ് എ ഫാൾസ് റിഗാർഡിംഗ് റിസീവിംഗ് ദി ക്ലിനിക്കൽ സ്പെസിമെൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് അയണൈസിങ് റേഡിയേഷൻ? ഗാമ റേസും ഒക്കെ എക്സ് ഒക്കെ വരുന്നത്. ഇറ്റ് ഹാസ് ഗോട്ട് എ ലോ പെനിട്രേറ്റിംഗ് പവർ. നല്ല തെറ്റായിട്ടുള്ള ആൻസർ തന്നെയാണ് ആദ്യം കൊടുത്തേക്കുന്നത്. ഹൈ പെനിട്രേറ്റിംഗ് പവർ, നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് നമ്മൾ പോലും അറിയാതെ കയറി DNA വരെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിവുള്ള ഒരു സാധനത്തിന് ലോ പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയാൻ പാടില്ല. ഇറ്റ് ഇസ് ഹാവിംഗ് ഹൈ പെനിട്രേറ്റിംഗ് പവർ. അത് കോൾഡ് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. എക്സ്റേസും ഗാമ റേസും ലീതൽ ടു DNA ആണ്. ലീതൽ ടു DNA ആവണമെങ്കിൽ ഹൈ പെനിട്രേഷൻ പവർ വേണം. സോ ദി ആൻസർ ഈസ് ഇറ്റ് ഗോട്ട് ഹൈ പെനിട്രേഷൻ പവർ. ദാറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അയണൈസിംഗ് സ്റ്റെറിലൈസേഷൻ. Ionizing radiation. All of the following tests are used for detecting efficacy of disinfectant except Chick-Martin test. നമുക്കറിയാം യൂസ് ചെയ്യും. ഇൻയൂസ് ടെസ്റ്റും യൂസ് ചെയ്യും. സെറീനി ടെസ്റ്റ് നമ്മൾ അവസാനത്തെ വീഡിയോയിൽ പഠിച്ചു. സെറീനി ടെസ്റ്റ് എൻറ്ററോ ഇൻവേഴ്സീവ് ഈക്കോളയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനിമൽ ഇനോക്കുലേഷൻ ടെസ്റ്റാണ്. സോ ഇതെല്ലാം ബാക്കിയെല്ലാം ഡിസിൻഫെക്റ്റൻറ്റിന് വേണ്ടിയാണ് നമുക്ക് ഉറപ്പിക്കാം. ഐസോസ്പോറ ബിലോങ്സ് ടു ദി വിച്ച് സബ് ഫൈലം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ, പാരസൈറ്റോളജിയിൽ നിന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഐസോസ്പോറയുടെ സബ് ക്ലാസ് എന്ന് പറയുന്നത് സബ് ഫൈലം എന്ന് പറയുന്നത് സ്പോറോസോവയാണ്. ഐസോസ്പോറയുടെ സബ് ഫൈലമായിട്ട് വരുന്നത് സബ് ഫൈലം സ്പോറോസോവ. അവിടെ തന്നെയാണ് ടോക്സോപ്ലാസ്മയും ഒക്കെ വരുന്നത്. All of the following helminthic egg are not bile stained except Ancylostoma duodenale, Enterobius vermicularis, Ascaris lumbricoid, Necator americanus. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു സെഷനിൽ പഠിപ്പിച്ചതാണ് പാരസൈറ്റോളജിയിൽ. എ ഹെൻ ഹാസ് നോട്ട് ബൈൽ സ്റ്റെയിൻഡ് എഗ്. അപ്പോൾ ആ ഹെന്നിനകത്ത് വരുന്ന 2-3 പേരാണ്. എ ഫോർ ആൻസിലോസ്റ്റോമ ഡിയോഡിനാലെ, എച്ച് ഫോർ ഹൈമനോലെഫിസ് നാന, ഇ ഫോർ എൻട്രോബിയസ് വെർമിക്കുലാരിസ്, എൻ ഫോർ നെക്കേറ്റർ അമേരിക്കാനസ്. ഈ 4 പേരും ഹെൻ ഹാസ് നോട്ട് ബൈൽ സ്റ്റെയിൻഡ് എഗ് അല്ലെങ്കിൽ എ ഹെൻ എഗ് ഇസ് നോട്ട് ബൈൽ സ്റ്റെയിൻഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ആൻസിലോസ്റ്റോമ ഡിയോഡിനാലെ വരുന്നുണ്ട്, എൻട്രോബിയസ് വെർമിക്കുലാരിസ് വരുന്നുണ്ട്, നെക്കേറ്റർ അമേരിക്കാനസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അസ്കാരിസ് ലംബ്രിക്കോയിഡ്, അതിൻ്റെ എഗ് ബൈൽ സ്റ്റെയിൻഡ് ആണ്. NH swabs are used for collecting specimens in suspected case of trichuriasis, ancylostomiasis, ascariasis, enterobiasis. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സിമ്പിൾ മറ്റൊന്നുമില്ല, എൻട്രോബിയാസിനാണ്. NH സ്വാബ് ഏനൽ കനാലിൽ മുട്ടയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എഗ്സ് ഉള്ള ഈ ഓർഗാൻസിനെ എൻട്രോബിയസിനെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. Cryptosporidia oocysts are better stained and visualized by Leishman stain, Ponder stain, modified acerfa staining, hematoxyl eosin stain. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് മോഡിഫൈഡ് ആസർഫ സ്റ്റെയിനിങ് കിനിയോൺ മെത്തേഡാണ് ഇതിന് വേണ്ടി ക്രിപ്റ്റോസ്പോറിഡിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ട്രാവലേഴ്സ് ഡയറിയൊക്കെ ഉണ്ടാക്കുന്ന HIV പേഷ്യൻസിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ക്രിപ്റ്റോസ്പോറിഡിയ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫൈലേറിയാസിസ്? Demonstration of microphilaria in peripheral blood of patients, serological methods, imaging methods. അപ്പോൾ ഇമേജിംഗ് മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യും. മോളിക്കുലർ മെത്തേഡ്സ്, ഇമേജിംഗ് മെത്തേഡ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചില പ്രത്യേക ഏരിയകളിൽ ഈ ഫൈലിയൽ വേംസ് ഇങ്ങനെ ചുരുണ്ട് ലോക്കലൈസ് ഇരിക്കുന്നത് നമുക്ക് കണ്ടെത്തണം.
അതുപോലെ തന്നെ മൈക്രോഫൈലിയറി പെരിഫറൽ ബ്ലഡിൽ നമ്മൾ നോക്കാറുണ്ട്. സെറോളജിക്കൽ മെത്തേഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് മൈക്രോഫൈലിയറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദി എബോവ് എന്നുള്ള ഓപ്ഷനാണ് ബെറ്റർ. ദി മേജർ കോംപ്ലിക്കേഷൻ ഓഫ് ഫാൽസിപ്പാരം മലേറിയ, ബ്ലാക്ക് വാട്ടർ ഫീവർ, ഹീമോഗ്ലോബിൻ ഡിസ്ട്രോയ് ആയി യൂറിനിൽ കൂടി പോകുന്നത്, സെർബൽ മലേറിയ, അത് രണ്ടും ഇതിൻ്റെ ആണെന്ന് നമുക്കറിയാം. ദെൻ ലുക്ക് ഫോർ ദി നെക്സ്റ്റ് ഓപ്ഷൻ. ഓൾ ദി എബോവ് ഉണ്ട്, അതിലേക്ക് കൊടുക്കുക. ഓൾ ദി എബോവ് ആണ് ആൻസർ. Which of the following statement about bacterial capsule is incorrect? Streptococcus pneumonia has polysaccharide capsule. Protects bacteria from inhibiting phagocytosis. Can be demonstrated by negative staining. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് തന്നെയാണ് ക്യാപ്സൂളിനെ സംബന്ധിച്ചിടത്തോളം. ഹെൽപ്പ് ഇൻ ബാക്ടീരിയൽ മോർട്ടിലിറ്റി തെറ്റാണ്. ബാക്ടീരിയൽ മോർട്ടിലിറ്റിയുടെ ഓർഗൻ ഫ്ലജല്ലയാണ്. അപ്പോൾ ക്യാപ്സ്യൂൾ അവിടെ തെറ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. ഹെൽപ്സ് ഇൻ ബാക്ടീരിയൽ മോർട്ടിലിറ്റി. Which is a surrogate marker for detection of methicillin resistance mediated by MEC-A gene in Staphylococcus aureus by disk diffusion test. ഇത് കഴിഞ്ഞ എക്സാമിനും ചോദിച്ച സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ആൻസർ. അതുകൊണ്ട് തന്നെ സെഫോക്സിറ്റിൻ ആണ് ഇതിൻ്റെ ആൻസർ. സെഫോക്സിറ്റിൻ ഡ്രഗ്സ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ടെസ്റ്റാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മെത്തിസിലിൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. All are correct about autoclave except used to sterilize surgical instrument in hospital. Sterilizing conditions commonly used are ടെമ്പറേച്ചർ എക്സ്പോഷർ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ഓക്കെ ആണ്. ഗ്രാവിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പോർസ് ഓഫ് ബാസിലസ് അട്രോഫസ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. ബാസിലസ് അട്രോഫസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവിനല്ല, അത് ഹോട്ട് എയർ ഓവനും എത്തലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ കൺട്രോളും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ സെലക്റ്റീവ് മീഡിയം ഫോർ സാൽമുള്ള ടൈഫി? സൈലീൻ, ലൈസിൻ, ഡിയോക്സിക്കോളേറ്റ് അഗാർ, ആൽക്കലൈൻ ബൈൽ സാൾട്ട് അഗാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ബാക്ടീരിയോളജിയിൽ പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വിബ്രിയോ കോളറ, മാൻട്രോൾ സാൾട്ട് അഗാർ, സ്റ്റെഫ്ലോകോക്കസ് ഓറിയസ്, തേർ മാർട്ടിൻ മീഡിയം നൈസീരിയ. ദെൻ ദ റെസ്റ്റ് ഓഫ് ദി ആൻസർ XLD, സൈലീൻ, ലൈസിൻ, ഡിയോക്സിക്കോളേറ്റ് അഗാർ നമ്മൾ യൂസ് ചെയ്യുന്നത് സാൽമണലയ്ക്കും ഷിഗലയ്ക്കും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ഓക്സിഡേസ് ടെസ്റ്റ്? യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ബാക്ടീരിയ വിച്ച് പ്രൊഡ്യൂസസ് എൻസൈം സൈറ്റോക്രോം ഓക്സിഡേസ്. The test is performed on bacterial colonies from Makongia agar. Positive test is shown by purple color development within 10 seconds. Reagent used is 1% tetramethyl paraphenyl diamine dihydrochloride, TMPD. ഈ TMPD ഒരു ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ആണ്. ഇലക്ട്രോൺ റിച്ചും കാര്യങ്ങളൊക്കെ ഒരു പാർട്ടിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Acidity of the medium can significantly interfere with the oxidase test. അപ്പോൾ നമ്മുടെ മക്കോങ്കി അഗാർ നമുക്ക് ഒരിക്കലും കോളനി യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മക്കോങ്കി അഗാറിൽ കളർ ചേഞ്ച് വരുന്നത് pH വേരിയേഷനിൽ കൂടിയാണ്. ആസിഡ് ഫെർമെൻറ്റേഷൻ, pHകളുണ്ട് അവിടെ, ലാക്ടോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡ് മീഡിയയിൽ നിന്നും ഒരിക്കലും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നൊരു റൂൾ ഉണ്ട്. ബിക്കോസ് ഇറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് pH ഓഫ് TMPD ആൻഡ് മേ ഗീവ് ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കോങ്കി അഗാറിൽ നിന്ന് നമുക്ക് ഏതെടുക്കാൻ പാടില്ല? ഓക്സിഡേസ് ടെസ്റ്റ് എടുക്കാൻ പാടില്ല. ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ചോക്ലേറ്റ് അഗാറിൽ നിന്നും ബ്ലഡ് അഗാറിൽ നിന്നും നമുക്ക് എന്തെടുക്കാൻ പാടില്ല? കാറ്റലൈസും എടുക്കാൻ പാടില്ല. ദാറ്റ്സ് എ റൂൾ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു സ്റ്റെയിൻ മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ് ഓഫ് കൊണിബാക്ടീരിയം ഡിഫ്തീരിയ? ആകെയുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൽബർട്ട് സ്റ്റെയിൻ, നിസർ സ്റ്റെയിൻ, ലോഫ്ലേഴ്സ് മെത്തിലിൻ ബ്ലൂ. ദി ആൻസർ ഈസ് ഓൾ ദി എബോവ്. ഇതെല്ലാം ഇതിനു വേണ്ടി യൂസ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസേഴ്സ്.